ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ബോർഡ് എക്സാംസ് എഴുതുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് എങ്കിൽ 10ാം ക്ലാസ്, +1, +2, ഡിഗ്രി, PG മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള പരീക്ഷകൾ എഴുതുന്നവരാണ് എങ്കിൽ ഈ പ്രാർത്ഥനയിൽ അവരുടെ പേരുകൾ സഹിതം പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആവശ്യമായ പ്രാർത്ഥനാ സഹായം കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. മക്കളുടെ പേരും പഠനവും അറിയിക്കുക. തീർച്ചയായും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ പ്രാർത്ഥനയിൽ നമ്മുടെ മക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങൾ 16:1-7 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. ഒരുവന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു. അനർത്ഥ ദിനത്തിനു വേണ്ടി അവിടുന്ന് ദുഷ്ടരെയും സൃഷ്ടിച്ചു. അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല തീർച്ച. ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഈ വർഷത്തെ 10ാം ക്ലാസ്സിനും മറ്റു ബോർഡ് പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളെയും ഉയർത്തി എളിയ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ വരുന്നു. കർത്താവെ, അവരുടെ ഭാവിക്കായി അങ്ങയ്ക്ക് വലിയ പദ്ധതികളുണ്ടെന്നും അവർക്ക് നാശം വരുന്നതല്ല, മറിച്ച് അവരെ അഭിവൃദ്ധിപ്പെടുത്താനും അവർക്ക് പ്രത്യാശയും സുരക്ഷിതമായ ഭാവി നൽകാനും പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മക്കൾ ഉത്സാഹത്തോടെ പഠിക്കാൻ ആവശ്യമായ പ്രചോദനം നൽകി അനുഗ്രഹിക്കണമേ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അവർ പഠിച്ച വിഷയത്തിന്മേൽ വ്യക്തമായ ബോധ്യങ്ങൾ നൽകി അത് വേണ്ടും വിധം ഉപയോഗിക്കാൻ അവരുടെ മനസ്സിൽ ജ്ഞാനം പകർന്നു കൊടുക്കണമേ. എല്ലാം പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവത്തിൽ നിന്നും ഈ മക്കൾക്ക് പൂർണ്ണ വിടുതൽ നൽകി പഠനത്തിൽ, പരീക്ഷയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ, പരീക്ഷ എഴുതാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ, അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കർത്താവേ, മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം, അനാവശ്യമായി ഗെയിമുകളിൽ സമയം ചെലവഴിക്കുന്ന സ്വഭാവം, മറ്റ് ലൗകിക ആസക്തികൾ എന്നിവയുടെ പ്രലോഭനങ്ങളിൽ നിന്നും എല്ലാ സ്റ്റുഡൻസിനെയും നീ രക്ഷിക്കണമേ. പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിൻ്റെ ഈ സമയം അവിടുന്ന് അവർക്കായി ആസൂത്രണം ചെയ്തിരിക്കുന്ന ഉന്നതമായ ഭാവിയിലേക്ക് ഒരു ചവിട്ടുപടിയാണ് എന്നറിഞ്ഞുകൊണ്ട് അവരുടെ പഠനത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സ്വയം അച്ചടക്ക ബോധം നൽകി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ക്രിസ്തു യേശുവിൽ അവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാത്തു സൂക്ഷിക്കാൻ എല്ലാ വിവേകത്തെയും കവിയുന്ന സമാധാനം അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് ബോർഡ് എക്സാം എഴുതുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ക്ഷീണമോ നിരുത്സാഹമോ അനുഭവപ്പെടുമ്പോൾ അവരെ ശക്തിപ്പെടുത്തുന്ന യേശുക്രിസ്തുവിലൂടെ അവർക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അവരെ പ്രത്യേകം ഓർമ്മിപ്പിക്കണമേ. കർത്താവേ, ഈ സമയത്ത് അവരെ നയിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന അവരുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും മറ്റ് ഉപദേശകരെയും പ്രത്യേകമായി നീ അനുഗ്രഹിക്കണമേ.
കുട്ടികളെ ഫലപ്രദമായി പ്രോത്സാഹിപ്പിക്കുന്നതിന് അവർക്ക് ജ്ഞാനം നൽകണമേ. അവസാനമായി പിതാവേ, ഈ യുവ മനസ്സുകൾ അങ്ങയുടെ സത്യത്തിലും ലക്ഷ്യത്തിലും നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം ഉപയോഗിച്ച് ഭാവിയിൽ അങ്ങയെ മഹത്വപ്പെടുത്താനും മറ്റുള്ളവരെ സേവിക്കാനും അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ അനുഗ്രഹിക്കുന്ന നാഥ, എല്ലാറ്റിലുപരി അങ്ങയുടെ ഇച്ഛയിലും സമയത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി ഞങ്ങളെയും പഠിക്കുന്ന പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം പഠിക്കാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ ഇതുവരെ പോയിട്ടില്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരും പഠിപ്പിക്കാനില്ലാതെ, പഠിക്കാൻ പണമില്ലാതെ, സൗകര്യങ്ങളില്ലാതെ വിഷമിക്കുന്ന ഓരോ മകനെയും മകളെയും ഈ സമയം ഞാൻ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, എല്ലാ കുഞ്ഞുമക്കളെയും നീ അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പഠിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ മാറോട് ചേർത്ത് നിന്റെ സ്നേഹം നുകർന്ന് അവർക്ക് ആവശ്യമായ ആത്മീയവും ഭൗതികവുമായ പോഷകങ്ങൾ നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ. ലോകത്തിൻ്റെ എല്ലാ ശക്തികളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തെ നീ പരിശോധിച്ചറിഞ്ഞ് അവർക്ക് കുറവുള്ളത് അവിടുന്ന് നൽകി അവരുടെ ജീവിതത്തിൽ എളിമയും ദൈവഭയവും കൈമുതലായി വെക്കുവാൻ ഞങ്ങളുടെ മക്കളെ നീ സഹായിക്കണമേ. ദൈവിക ജ്ഞാനത്താൽ ഓരോ നിമിഷവും നയിക്കപ്പെടുന്നതിന് അവർ വിവേകികളാകാൻ ദൈവമേ, എളിമയും വിനയവും എന്ന മഹാപുണ്യം നൽകി ഞങ്ങളുടെ മക്കളെ നീ ആശീർവദിക്കണമേ. ഓരോ നിമിഷവും ദൈവഭയത്തോടെ ദൈവത്തോട് ആലോചന ചോദിച്ച് സന്മാർഗത്തിൽ നടക്കുന്നതിന് ഞങ്ങളുടെ മക്കളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവിടുത്തെ കരങ്ങളിൽ സൂക്ഷിക്കണമേ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെയും അവരുടെ മക്കളെയും നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുന്ന നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാ മക്കളെയും നീ പ്രത്യേകമായി കാത്തുകൊള്ളണമേ. ഭയം മാറ്റി ധൈര്യവും ആത്മവിശ്വാസവും നൽകി ഈ മക്കളെ പഠിക്കാനുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ. നല്ല ഓർമ്മശക്തി നൽകി ഈ മക്കളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ ചേർത്ത് വെക്കുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിന്റെ മക്കളുടെ മേൽ നീ എപ്പോഴും കരുതലോടെ നോക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയെ അഭിഷേകം ചെയ്ത് ദൈവകരങ്ങളിലേക്ക് നൽകി ഇതിപ്പോൾ തന്നെ സാധിച്ചു കിട്ടുന്നതിന് അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും വലിയ ദൈവീക കൃപകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.